എൻ്റെ ചേച്ചി എങ്ങനെയാണ് ബിരിയാണി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എറണാകുളക്കാരുടെ സ്റ്റൈലിലായിരിക്കും ഉണ്ടാക്കുന്നത്. ഞാൻ ഉണ്ടാക്കുന്നതിൽ വളരെ വ്യത്യസ്തമായിട്ട് തന്നെയാണ് ഇവൾ ഉണ്ടാക്കുന്നത്. ആദ്യം ചിക്കനൊക്കെ ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, ഉള്ളി, വെളുത്തുള്ളി എല്ലാം അരച്ച് ചേർത്ത് ചിക്കൻ വേവിച്ച് അതിൻ്റെ പല കൂട്ടുകളും ഉണ്ട്, പല മസാലപ്പൊടികളും ഒക്കെ ഉണ്ട്. അതൊക്കെ ചേർത്തിട്ടാണ് ബിരിയാണി ഇറച്ചിക്കൂട്ട് ഉണ്ടാക്കിയത്. അതിൻ്റെ അകത്ത് കുറച്ച് ഉള്ളി വറുത്തതും അണ്ടി മുന്തിരിങ്ങ വറുത്തതും ഒക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം കുക്കറിൽ ബിരിയാണി അരിയിട്ടിട്ട് ചോറ് വെച്ച് അപ്പോൾ അത് സെറ്റാക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ആദ്യം ഇറച്ചി വേവിച്ചതിൻ്റെ അകത്ത് കുറച്ച് ചോറിട്ട് അത് ഒക്കെ ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ മേലെ കുറച്ച് അണ്ടിയും മുന്തിരിങ്ങയും ഒക്കെ ഇട്ട് പിന്നെ വീണ്ടും ചോറിട്ട് അതിൻ്റെ മേലെ പിന്നെയും കുറച്ച് അണ്ടിയും മുന്തിരിങ്ങയും ഒക്കെ ഇട്ട് ഇങ്ങനെയൊക്കെയാണ് ഇവൾ ബിരിയാണി സെറ്റാക്കുന്നത്. ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെയല്ല. ഞാൻ ഉണ്ടാക്കുന്ന വേറെ തന്നെ ടൈപ്പിലാണ് സെറ്റാക്കുന്നത്. നമുക്കിത് കണ്ടു നോക്കാം. വീണ്ടും ചോറ് എടുത്തിട്ട് അതിൻ്റെ മേലെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഇട്ട് വീണ്ടും ചോറിട്ട് അങ്ങനെയാണ് ഇവൾ ബിരിയാണി സെറ്റാക്കി റെഡിയാക്കിയത്. അടിപൊളി ടേസ്റ്റേനു. ഞാൻ ഉണ്ടാക്കുന്നതിലും വ്യത്യസ്തമായ രുചിയായിരുന്നു. കാരണം ഇവർ ഉണ്ടാക്കുന്ന മസാലക്കൂട്ടിൽ വേറെ തന്നെ ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഉണ്ടാക്കുന്നത് വേറെ തന്നെ ടേസ്റ്റാണ്. ഇത് എനിക്ക് തോന്നി ഇത് കൊച്ചിക്കാറ ബിരിയാണിയാണെന്ന് തോന്നുന്നു. അടിപൊളി ടേസ്റ്റാണ്. അല്ലെങ്കിലും നമുക്ക് വേറൊരാൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെ ആയിരിക്കുമല്ലോ. എപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് തന്നെ കഴിച്ചുകൊണ്ട് നിന്ന് അതിൽ വ്യത്യസ്തമായിട്ട് വേറെ ആൾ ഉണ്ടാക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. സൂപ്പർ ബിരിയാണിയാണ്. ഇവളുണ്ടാക്കുന്ന എല്ലാ ഭക്ഷണവും നല്ല ടേസ്റ്റാണ്. കാരണം നമ്മളുണ്ടാക്കുന്നതിൽ വ്യത്യസ്തമായിട്ടാണല്ലോ ഉണ്ടാക്കുന്നത്. അടിപൊളി ടേസ്റ്റാണ്. ഇത് കഴിഞ്ഞ് നമ്മൾ ഉച്ചക്ക് ലഞ്ചൊക്കെ കഴിച്ചിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത്. ഇന്നിപ്പോൾ ഇത് ഇന്നലെ ഉണ്ടാക്കിയതാണ്. ഇന്നലത്തെ വീഡിയോ ആണ്. എനിക്ക് ഇന്നലെ അത് വീഡിയോ യൂട്യൂബിലിടാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ രാത്രി ലേറ്റായിനു വീട്ടിലേക്ക് വരാൻ വേണ്ടി പുറത്തിറങ്ങിയിട്ട്. ഇന്നിപ്പം ഭയങ്കര മഴയായതുകൊണ്ട് രാവിലെ തന്നെ പുറത്തിറങ്ങിയിട്ടില്ല. എവിടെയൊക്കെ വെള്ളമൊക്കെ ഇട്ടുണ്ടെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മൾ പുറത്തിറങ്ങുന്നത്. നോക്കാം, അഥവാ മഴയാണെങ്കിൽ ഏതെങ്കിലും ഒരു മുകളിൽ കയറിക്കൂടണം. ഇങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ബിരിയാണി സൂപ്പർ ടേസ്റ്റേനു. ഓക്കെ.